ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ ഈസി ആയിട്ടുള്ളൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. യോക്ക് ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഫാബ്രിക്സ് നമ്മൾ 2 പീസ് ഫാബ്രിക്സ് എടുക്കണം. മെഷർമെൻറ്റ് നോക്കാം. ലെങ്ത്ത് 12 ഇഞ്ചും വിഡ്ത്ത് 12 ഇഞ്ചും വേണം എടുക്കാൻ. സോ ഇത് നമ്മൾ ഹാഫായിട്ട് മടക്കുക. എഗെയിൻ വീണ്ടും ഒരു ഹാഫായിട്ട് വേണം ഇത് മടക്കാൻ. അങ്ങനെ ഇതൊരു 4 പാർട്സായിട്ട് മടക്കി വെച്ച് അങ്ങനെ ഈ മടക്കി വെച്ച പോർഷനിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 സൈഡിലും 2.5 വീതം മാർക്ക് ചെയ്ത് പിന്നെ അത് ജോയിൻ ചെയ്ത് എടുക്കാം. അങ്ങനെ ലാസ്റ്റ് ഒരു കേർവ് രൂപത്തിൽ വരച്ചെടുത്ത് അതിനെ വെട്ടാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഓരോ സ്ഥലത്തും 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്ത ശേഷം അത് കേർവ് രൂപത്തിൽ വരച്ചെടുക്കാം. ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ച ഈ ഒരു ഭാഗമാണ് നമ്മൾ യോക്ക് പാർട്ടായിട്ട് പറയുന്നത്. ഈ യോക്ക് പാർട്ട് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യണം. നെക്സ്റ്റ് സെൻറ്റർ പാർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഞാൻ യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഇങ്ങനെയാണ് യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടി തിരിച്ചിടണം. ഇങ്ങനെ അടി തിരിച്ചിട്ട ശേഷം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബോട്ടം പാർട്ട് നോക്കാം. ഇനി നമുക്ക് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടി നാം മെഷർമെൻറ്റ് എടുക്കുന്നത് ലെങ്ത്ത് 17 ഇഞ്ചും വിഡ്ത്ത് 30 ഇഞ്ചുമാണ്. 30 മുതൽ 34 വരെ ഇഞ്ച് യൂസ് ചെയ്യാം. നമ്മൾ പ്ലീറ്റ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വിഡ്ത്ത് ഒരുപാട് കൂട്ടാം. ഞാനിവിടെ 30 ഇഞ്ചാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡബിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഫോൾഡഡ് സൈഡ് വിട്ടിട്ട് ഓപ്പൺ സൈഡിൽ വേണം മാർക്ക് ചെയ്യാൻ. ഓപ്പൺ സൈഡിൽ 2 ഭാഗത്തും 2.5 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കർവ് വരയ്ക്കുക. കർവ് വരച്ചതിന് ശേഷം നമ്മളത് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെയ്തെടുത്തു. ഇങ്ങനെയാണ് ആം ഹോൾ കട്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ആം ഹോൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റ് അടയാളപ്പെടുത്തണം. അതിനു വേണ്ടി നമ്മൾ ഇത് മടക്കി വെച്ച് സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്താം. ഇതിൽ സെൻറ്റർ പോർഷനിലേക്ക് 2 സൈഡിൽ നിന്ന് നമുക്ക് പ്ലീറ്റ് എടുത്ത് വയ്ക്കണം. പ്ലീറ്റ് ഓരോന്നോരോന്നായി എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. പ്ലീറ്റ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഒരുപാട് വിടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലീറ്റ് നമുക്ക് കിട്ടും. ചിലർക്ക് പ്ലീറ്റ് കുറവായിരിക്കും വേണ്ടു, ചിലർക്ക് പ്ലീറ്റ് ഒരുപാട് വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് പ്ലീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ എത്ര പ്ലീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ബോട്ടം പാർട്ടിലെ 2 ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഇങ്ങനെയാണ് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നത്. ഇനി ചെയ്യേണ്ടത് യോക്ക് പാർട്ടും ബോട്ടം പാർട്ടും തമ്മിൽ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് ഈ യോക്ക് പാർട്ടിൻ്റെ അടിയിൽ വെച്ച് വേണം ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ. രണ്ടും ഒരുമിച്ച് വെച്ച് ഒരേപോലെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. രണ്ടും ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് നല്ല ഭാഗം മുകളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത്. ഫൈനലി ഞാൻ യോക്ക് പോർഷനും ബോട്ടം പാർട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഫ്രോക്കിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അടിഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് റെഡിയാണ്. സോ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് മെഷർമെൻറ്റ്സിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.